ഗലാത്യ ലേഖനം 5-ാം അധ്യായം 5-ാം അധ്യായത്തിൽ 19 മുതലുള്ള വചനങ്ങൾ. ആത്മാവ് നിങ്ങളെ നയിക്കുന്നെങ്കിൽ നിങ്ങൾ നിയമത്തിന് കീഴല്ല. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ, കണ്ണിൻ്റെ ആസക്തി, ജഡികാസക്തി, ധനാസക്തി, ലോകമോഹങ്ങൾ, ഇവയൊന്നും ദൈവത്തിൽ നിന്നുള്ളതല്ല ആസക്തികൾ. ഹല്ലേലൂയ. ജഡത്തിൻ്റെ വ്യാപാരങ്ങൾ എല്ലാവർക്കും അറിയാം. അവ വ്യഭിചാരം, പിന്നെ സ്വയംഭോഗം, സ്വർഗഭോഗം, മ്ലേച്ഛപാപങ്ങൾ, അശുദ്ധി, ദുർവൃത്തി, വിഗ്രഹ ആരാധന, ആഭിചാരം, വിഗ്രഹങ്ങളെ ആരാധിക്കുക, അന്യ ദൈവങ്ങളെ ആരാധിക്കുക. കൊളോസ്സസ് 3:5 പറയുന്നുണ്ട്, ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന. ദ്രവ്യാസക്തി തന്നെയാകുന്ന വിഗ്രഹ ആരാധന, പണത്തോടുള്ള ആസക്തി വിഗ്രഹ ആരാധനയാണ്. വിഗ്രഹാരാധന, ആഭിചാരം, ശത്രുത, മനസ്സിൽ എല്ലാവരുടെയും വെറുപ്പ്, ശത്രുത ഉള്ള വ്യക്തികൾ, കലഹം. ചില വീടുകളിൽ എന്നും കലഹമാണ്, ഭാര്യയും ഭർത്താവും മക്കളും തമ്മിലുള്ള കലഹം. അത് മനസ്സിലാക്കുക, അത് കലഹത്തിൻ്റെ ഒരു സ്പിരിറ്റ് നിങ്ങളുടെ വീട്ടിൽ പ്രവർത്തിക്കുന്നുണ്ട്. ശക്തമായ കലഹത്തിൻ്റെ ദുരാത്മാവ് നിങ്ങളുടെ വീട്ടിൽ ഉള്ളത് കൊണ്ടാണ് നിരന്തരം വീട്ടിൽ കലഹം ഉണ്ടാകുന്നത്, വഴക്കുണ്ടാകുന്നത്. ഹല്ലേലൂയ. അത് കലഹം ഉണ്ടാക്കുന്ന സ്വഭാവം അത് നമ്മൾ ഒഴിവാക്കണം. ഹല്ലേലൂയ. അസൂയ, അതും ഒരു ആത്മാവാണ്. അസൂയ, മറ്റുള്ളവരുടെ നന്മയിൽ നമുക്ക് ഭയങ്കരമായിട്ട് അസൂയ ഉൾക്കൊള്ളാനായിട്ട് സാധിക്കുന്നില്ല. കോപം, അതൊരു സ്പിരിറ്റാണ്. കഠിനമായ കോപം വന്നു കഴിഞ്ഞാൽ വായി വരുന്നെല്ലാം വിളിച്ചു പറയും, ചീത്ത പറയും, അനാവശ്യമൊക്കെ പറയുന്നവർ ധാരാളമായിട്ടുണ്ട്. ഹല്ലേലൂയ. മത്സര്യം, ഭിന്നത, വീട്ടിൽ ഭിന്നത, നമ്മൾ എവിടെ ആയിരിക്കുന്നോ അവിടെയെല്ലാം ഭിന്നത ഉണ്ടാക്കുന്ന സ്വഭാവം, ഡിസ്യൂണിറ്റി, അവയൊക്കെ തിന്മയുടെ പ്രവർത്തനം തന്നെയാണ്. വിഭാഗീയ ചിന്ത, ഗ്രൂപ്പ് തിരിഞ്ഞുള്ളതായ ചിന്തകളിൽ ജീവിക്കുക, വിഭാഗീയ ചിന്തയിൽ ജീവിക്കുക. വിഭാഗ്യത, പല പക്ഷമായിട്ട് ഒന്നിച്ചു നിൽക്കേണ്ടവർ പല ഗ്രൂപ്പുകളായിട്ട്, വിഭാഗീയതയുടെ ഒരു സ്പിരിറ്റ്. വിദ്വേഷം, വെറുപ്പ്, വൈരാഗ്യം, ക്ഷമിക്കാൻ പറ്റുന്നില്ല, അതും തിന്മയുടെ ആത്മാവാണ്. മദ്യപാനം, മധുരോത്സവം, ഇവയും ഈദൃശ്യമായ മറ്റു പ്രവൃത്തികളുമാണ്. ഇത്തരം പ്രവൃത്തികളിൽ ഏർപ്പെടുന്നവർ ദൈവരാജ്യം അവകാശപ്പെടുത്തുകയില്ല. മുമ്പ് ഞാൻ നിങ്ങളോട് നൽകിയ താക്കീത് ഇപ്പോഴും ആവർത്തിക്കുന്നു. ഹല്ലേലൂയ. മദ്യപാനം ഒരു പാപമാണെന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. 64 തവണ മദ്യപാനത്തെക്കുറിച്ച് വിശുദ്ധ ബൈബിളിൽ പറഞ്ഞിട്ടുണ്ട്. മദ്യപാനം പാടില്ല എന്ന്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ നാം വായിക്കുന്ന ഒരു തിരുവചനം, യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 22-ാമത്തെ അധ്യായം 13-14 വചനങ്ങൾ. എന്നാൽ അവിടെ ആഹ്ലാദ തിമിർപ്പ്, കാളകളെയും ആടുകളെയും കൊല്ലുന്നു. എല്ലായിടത്തും ഭയങ്കര സന്തോഷമാണ്, ആഹ്ലാദമാണ്. കാളെ കൊല്ലുന്നു, ആടിനെ കൊല്ലുന്നു. അവിടെ ഇറച്ചുതീറ്റിയും വീഞ്ഞുകുടിയും, ആഘോഷ, ഇറച്ചുതീറ്റി വീഞ്ഞുകുടി, മദ്യപാനമാണ്. നമുക്ക് തിന്നുകുടിച്ച് മതിക്കാം, നാളെ നമ്മൾ മരിക്കും എന്ന് അവർ പറയുന്നു. അവർ പറയുക, ഈ ലോക ജീവിതം സുഖിക്കാനുള്ളതാണ്, അത് തിന്നുകുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കണം. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കാതിന് മന്ത്രിച്ചു, നീ മരിക്കുന്നത് വരെ ഈ അകൃത്യം ക്ഷമിക്കപ്പെടത്തില്ല. ഈ അകൃത്യം കുടിച്ച് മതിച്ച് സുഖിച്ച് ജീവിക്കുക, ഈ അകൃത്യം കർത്താവ് ക്ഷമിക്കത്തില്ല. ഇത് വലിയ പാപമാണെന്ന് യെശയ്യായുടെ പുസ്തകത്തിൽ നമ്മെ ഓർപ്പിക്കുകയാണ്. അങ്ങനെ മദ്യപിക്കുന്നവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. നിങ്ങളുടെ കുടുംബങ്ങളിലോ ഒക്കെ ഉണ്ടെങ്കിൽ ഒഴിവാക്കുക. ഇന്ന് ഈ നാളിൽ ഏറ്റവും വലിയൊരു പാപത്തിൻ്റെ മേഖലയാണ് മയക്കുമരുന്ന്. MDMA എന്നൊരു മയക്കുമരുന്നുണ്ട്. ഒരു തവണ കഴിച്ചാൽ മതി, പിന്നെ അതിൻ്റെ അടിമയാണ്, രക്ഷപ്പെടത്തില്ല. മയക്കുമരുന്ന് കഴിച്ചാൽ വലിയ അപകടമാണ്. ഈ കഴിഞ്ഞ ഗാഗുൽത്തായിലെ ധ്യാനം നടക്കുമ്പോൾ ഒരു ചെറുപ്പക്കാരൻ എൻ്റെ അടുക്കൽ പ്രാർത്ഥിക്കാൻ വന്നു. തൃശ്ശൂരുള്ള ധ്യാനിക്കാൻ വന്നു. +2 പഠിക്കുകയാണ്. ഞാൻ ചോദിച്ചു, എന്താ മരുന്നിൻ്റെ പ്രശ്നം? പറഞ്ഞു, മയക്കുമരുന്നിൻ്റെ അടിമയാണ്, MDMA, പിന്നെ 4-5 കൂട്ടം മയക്കുമരുന്നിൻ്റെ പേരൊക്കെ പറഞ്ഞ് ഞാൻ കേട്ടിട്ട് പോലുമില്ല. അവൻ പറഞ്ഞു, ഞാൻ മയക്കുമരുന്ന് ഉപയോഗിക്കും, എനിക്ക് രക്ഷപ്പെടണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ എനിക്ക് പറ്റുന്നില്ല. ഞാൻ എവിടെ കിട്ടും? അവിടെ സ്കൂളുകളിൽ എത്തിച്ചു തരാൻ ആളുണ്ട്. അവൻ്റെ കൂട്ടുകാരൊക്കെ മയക്കുമരുന്നിന് അടിമകളാണ്.
കഴിഞ്ഞ ദിവസം ദിവ്യപത്രത്തിൽ ഒരു ലേഖനത്തിൽ ഞാൻ വായിച്ചു, കേരളത്തിലെ വിദ്യാർത്ഥികളിൽ 36% കുട്ടികൾ മയക്കുമരുന്നിൻ്റെ അടിമകളാണ്. 36% കുട്ടികൾ. അങ്ങനെ മയക്കുമരുന്നൊക്കെ ഉപയോഗിക്കുന്ന കുട്ടികളുടെ അധ്യാപകരെ തല്ലുന്നു. ഇവിടെ നിങ്ങൾ വായിച്ചു കാണും, ഒരു അധ്യാപകനെ അടിച്ചിട്ട് അധ്യാപകൻ്റെ കൈ ചവിട്ടി ഓടിച്ചു ഒരു വിദ്യാർത്ഥി. ഒരിക്കലും ചെയ്യാൻ പാടുള്ള കാര്യമില്ല. മാതാപിതാ ഗുരുദൈവം നമ്മുടെ ഗുരുവായിട്ടുള്ള ഒരു വ്യക്തിയെ ഉപദ്രവിച്ചാൽ അത് എന്നും ജീവിതത്തിൽ അനുഗ്രഹത്തിന് നഷ്ടമാണ്. അത് ശരിക്കും ഒരു തകർച്ചയായിട്ട് മാറും. മദ്യപാനത്തിൽ നിന്ന് പൂർണ്ണമായിട്ട്, മയക്കുമരുന്നിൽ നിന്ന് പൂർണ്ണമായിട്ട് പിന്മാറുക. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെയുള്ള ഏതെങ്കിലുമൊക്കെ തെറ്റായ ഒരു ജീവിതത്തിൽ പോകുന്നുണ്ടെങ്കിൽ ദൈവസന്നിധിയിൽ മാപ്പ് ചോദിക്കുക. മദ്യം അത് വേണ്ട എന്നൊരു ഉറച്ച തീരുമാനമെടുക്കുക. മയക്കുമരുന്നും മദ്യവും നമ്മുടെ കുടുംബത്തെയൊക്കെ തകർത്ത് തരിപ്പണമാക്കും. അനേക വ്യക്തികളും കുടുംബങ്ങളും സാമ്പത്തികമായിട്ടൊക്കെ തകർന്നു പോയതിൻ്റെ പിന്നിൽ മദ്യമുണ്ട്, മയക്കുമരുന്നും തിന്മയുടെ വഴികളൊക്കെ ഉണ്ട്. അപ്പോൾ ഇതിൽ നിന്ന് പിന്മാറുക, ദൈവത്തിലേക്ക് മടങ്ങി വരിക. ഹല്ലേലൂയ. അതുപോലെ മറ്റൊരു പാപത്തിൻ്റെ മേഖലയാണ് പണം പലിശയ്ക്ക് കൊടുക്കുന്നവർ. പണം പലിശയ്ക്ക് കൊടുത്ത് പണം സമ്പാദിക്കുന്നവർ. 2 രൂപ, 100 രൂപയ്ക്ക് 2 രൂപ, 5 രൂപ, 8 രൂപ, 10 രൂപ ഒക്കെ പലിശ മേടിക്കുകയാണ് ഓരോ മാസവും. ഇത് അധാർമിക പാപമാണ്. പണം പലിശയ്ക്ക് കൊടുക്കരുതെന്നാ ദൈവത്തിൻ്റെ വചനം പറയുന്നു. സങ്കീർത്തനം 15 പറയുന്നു, പണം പലിശയ്ക്ക് കടം കൊടുക്കാത്തവൻ ഭാഗ്യവാൻ. നെഹെമ്യ 5:10 പലിശ വാങ്ങൽ നമുക്ക് ഉപേക്ഷിക്കാം. ആ പണം പലിശയ്ക്ക് കൊടുക്കുന്ന, വൻ പലിശയ്ക്ക് കൊടുക്കുന്നത് വലിയ തെറ്റാണ്. ഒരിക്കലും പണം പലിശയ്ക്ക് കൊടുക്കരുത്. നിയമാവർത്തനം 23:19 നിന്റെ സഹോദരന് ഒന്നും പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തെങ്കിലുമോ പലിശയ്ക്ക് കൊടുക്കരുത്. ഉണ്ടോ? നിന്റെ സഹോദരന് പണമോ ഭക്ഷ്യസാധനങ്ങളോ മറ്റെന്തുമോ പലിശയ്ക്ക് കൊടുക്കരുത്. ഇത് ദൈവത്തിൻ്റെ വചനമാണ്. പലിശയ്ക്ക് പണം കൊടുക്കരുതെന്ന് തന്നെയാണ് വിശുദ്ധ ബൈബിൾ പഠിപ്പിക്കുന്നത്. ആ മേഖലയിൽ ഏതെങ്കിലുമൊക്കെ വീഴ്ചകൾ ഉണ്ടെങ്കിൽ അത് ഒഴിവാക്കുക. പണം പലിശയ്ക്ക് കൊടുത്ത് രക്ഷപ്പെടത്തില്ല. അത് നമ്മുടെ അനുഗ്രഹത്തൊക്കെ തടസ്സമായിട്ട് മാറും. അതൊന്ന് സൂക്ഷിക്കുന്നത് നല്ലതാണ്. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ സ്തുതി. 1 കൊരിന്തോസ് 4:7 നിനക്ക് എന്ത് പ്രത്യേക മാഹാത്മ്യമാണുള്ളത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമായിരിക്കെ ദാനമല്ല എന്ന മട്ടിൽ എന്തിനാണ് നീ അഹങ്കരിക്കുന്നത്? എല്ലാം ദൈവത്തിൻ്റെ ദാനമാണ്, ദാനമല്ല എന്ന മട്ടിൽ എന്തിനാ നീ അഹങ്കരിക്കുന്നത്? നിന്റെ വീട്, നിന്റെ സമ്പത്ത്, നിന്റെ മക്കള്, ജോലി, പണം എല്ലാം ദൈവം നിനക്ക് നൽകിയതാ. നീ എന്തിനാ അഹങ്കരിക്കുന്നത്? ഇന്ന് അഹങ്കരിക്കുന്ന നീ നാളെ മരണത്തിൻ്റെ പിടിയിലേക്ക് പെടാം. നാളെ ഈ ഭൂമിയിൽ ജീവനോടെ ഉണ്ടാകുന്നതിന് ഉറപ്പില്ല. അതുകൊണ്ട് അഹങ്കരിക്കരുത് എന്ന് ദൈവത്തിൻ്റെ വചനം ഓർമ്മിപ്പിക്കുന്നു. എല്ലാം ദൈവം നമുക്ക് ദാനമായിട്ട് നൽകിയതാണ്. കരമുയർത്തി ഒന്ന് സ്തുതിച്ച് കർത്താവിനെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യേശുവേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പോരാ, അല്പം കൂടി സ്വരമുയർത്തി സ്തുതിച്ചേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. ഹല്ലേലൂയ, സ്തുതിക്കുന്നു. കരമടിച്ച് സ്തുതിച്ചേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ശക്തിയോടെ കരങ്ങൾ പിടിച്ചേ. ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. യേശുവേ നന്ദി. സുഭാഷിതങ്ങൾ 28:13-14 തെറ്റുകൾ മറച്ചു വെക്കുന്നവന് ഐശ്വര്യമുണ്ടാവത്തില്ല. തെറ്റുകൾ നീ ദൈവസന്നിധിയിൽ ഏറ്റുപറയണം, കുമ്പസാരത്തിൽ ഏറ്റുപറയണം. തെറ്റ് മറച്ചു വെച്ച് കുമ്പസാരിക്കരുത്, പാപം മറച്ചു വെക്കരുത്. അവ ഏറ്റുപറഞ്ഞ് പരിത്യജിക്കുന്നവന് കരുണ ലഭിക്കും. പാപം ഏറ്റുപറഞ്ഞ് ഉപേക്ഷിച്ചാൽ മതി, കരുണ ലഭിക്കും. നിരന്തരം ദൈവത്തിൽ കഴിയുന്നവൻ അനുഗ്രഹീതനാണ്. ഹൃദയം കഠിനമാക്കി വെക്കുന്നവൻ ദുരിതം അനുഭവിക്കും. ഹൃദയം കഠിനമാക്കരുത്. ഹൃദയത്തിന് ഒരു സോഫ്റ്റ്നെസ് ഒക്കെ ഉണ്ടാവട്ടെ, ഒരു മൃദുലത ഉണ്ടാവട്ടെ. കഠിനമായ ഹൃദയങ്ങൾ ഒന്ന് മൃദുവാവട്ടെ. നമുക്ക് പാപവും പാപവഴികളും പാപസുഖങ്ങളൊക്കെ ഉപേക്ഷിക്കാം, പശ്ചാത്താപത്തിലേക്ക് വരാം. അതുപോലെ ഞായറാഴ്ചകൾ, സാമ്പത്വ ദിവസങ്ങൾ, അന്ന് നമ്മൾ നിശ്ചയമായിട്ടും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കണം.
പ്രാർത്ഥനയുടെ ദിവസമാക്കി നമ്മൾ സാബത്തിനെ മാറ്റുകയും വേണം. ഞായറാഴ്ച ദിവസം കള്ളു കുടിക്കാനും ചീട്ട് കളിക്കാനും സിനിമ കാണാനും ക്ലബ്ബിൽ പോകാനും തോന്നിവാസം നടക്കാനുള്ള ദിവസമല്ല. ഞായറാഴ്ച സാബത്ത് കർത്താവിൻ്റെ ദിവസമാണ്. അന്ന് നമ്മൾ കൂടി വചനം വായിക്കണം, പഠിക്കണം, പ്രാർത്ഥിക്കണം, ദൈവത്തെ ആരാധിക്കേണ്ട ദിവസം. അപ്പനും അമ്മയും മക്കളൊക്കെ ഒന്നിച്ച് പള്ളിയിൽ പോകണം. അത് മാത്രം പോരാ, അവർ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം, വീട്ടിൽ നിന്ന് ഒന്നിച്ചിട്ട് ഭക്ഷണമൊക്കെ കഴിക്കണം. ഞായറാഴ്ച ഒരു സന്തോഷത്തിൻ്റെ ദിവസമാക്കി മാറ്റണം. യേശയ്യ 58:13 സാബത്തിനെ ചവിട്ടി മെതിക്കുന്നെന്നും എൻ്റെ വിശുദ്ധ ദിനങ്ങളിൽ നിൻ്റെ ഇഷ്ടം അനുവർത്തിക്കുന്നെന്നും നീ പിന്തിരിക. അതായത് കർത്താവിൻ്റെ വിശുദ്ധ ദിനം നിൻ്റെ ഇഷ്ടങ്ങൾ നടത്താനുള്ള ദിവസമല്ല, നിൻ്റെ തോന്നിവാസം കാണിക്കാനുള്ള ദിവസമല്ല. അത് കർത്താവിൻ്റെ സാബത്താണ്. സാബത്തിനെ സന്തോഷദായകവും കർത്താവിൻ്റെ വിശുദ്ധ ദിനത്തെ ബഹുമാന്യമായി കണക്കാക്കുക. നിൻ്റെ സ്വന്തം വഴിയിലൂടെ നടക്കാതെയും നിൻ്റെ താല്പര്യങ്ങൾ അന്വേഷിക്കാതെയും ഇരിക്കുക. വ്യർത്ഥഭാഷണത്തിൽ ഏർപ്പെടാതെയും സാബത്തിനെ ആദരിക്കുക. സാബത്തിനെ ആദരിക്കണം. അന്ന് വ്യർത്ഥമായ കാര്യങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ സമയം നിങ്ങൾ ചെലവഴിക്കരുത്. അന്ന് ദൈവത്തെ സ്നേഹിക്കണം, ദൈവത്തെ ആരാധിക്കണം, ബലിയർപ്പിക്കണം, വചനം വായിക്കണം. പ്രാർത്ഥനയുടെ ദിവസമാക്കി ഞായറാഴ്ച ദിവസത്തെ നമ്മൾ മാറ്റണം. കുടുംബത്തിൽ എല്ലാവരും സന്തോഷത്തോടെ, അന്നെങ്കിലും പല ദിവസമൊക്കെ മറ്റു ദിവസമൊക്കെ പണികളും ജോലികളൊക്കെ കാണും. ഞായറാഴ്ച ഒരു ദിവസമെങ്കിലും ഒന്നിച്ച് എല്ലാവരും ഇരുന്ന് ഭക്ഷണമൊക്കെ കഴിച്ച് സന്തോഷിക്കണം, സംസാരിക്കണമെന്നൊക്കെയാണ് കർത്താവിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒന്ന് സ്തുതിക്കാമോ? ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. യേശുവേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുപോലെ നമ്മൾ നാവിനെ നമ്മൾ സൂക്ഷിക്കണം. നാവ് തീയാണ്, നാവ് ദുഷ്ടതയുടെ ഒരു ലോകമാണ്. കള്ളം പറയുക, കുറ്റം പറയുക, വിമർശിക്കുക, ചീത്ത വിളിക്കുക, അശ്ലീല വാക്കുകൾ പറയുക, അനാവശ്യം പറയുക, നമ്മുടെ നാവുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണ്. കുറ്റം വിധിക്കുക, വിമർശിക്കുക, ഇതൊക്കെ നമ്മൾ ചെയ്യുന്ന പാപങ്ങളാണ്. നമ്മൾ വളരെ സൂക്ഷിക്കണം. നാവിനെ സൂക്ഷിക്കുന്നവനാണ് ശരിക്കും ദൈവഭക്തൻ. അത്ര എളുപ്പമുള്ള കാര്യമല്ല. കർത്താവ് കൃപ തന്നെങ്കിലേ നമുക്ക് നാവിനെ നിയന്ത്രിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് പരമാവധി നാവിനെ നമ്മൾ നിയന്ത്രിക്കണം. കുറ്റം പറയാതിരിക്കുക, അശ്ലീലം പറയാതിരിക്കുക, ചീത്ത വാക്ക് പറയാതിരിക്കുക, വിധിക്കാതിരിക്കുക, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. നാവിനെ നന്നായിട്ട് നമ്മൾ നിയന്ത്രിക്കുക. ഹല്ലേലൂയ. ഇനി നിങ്ങൾ സ്വയം ഹൃദയം പരിശോധിച്ച് പാപത്തെക്കുറിച്ച് അനുദപിക്കുക, പാപമൊക്കെ ഉപേക്ഷിക്കുക, നല്ല കുമ്പസാരം നടത്തുക. നല്ല ഒരു വിശുദ്ധ ജീവിതത്തിലേക്ക് നിങ്ങളെല്ലാവരും കടന്നു വരണം. ഹല്ലേലൂയ. ക്ഷമിക്കാനുള്ളവർക്കൊക്കെ ക്ഷമിച്ച് മാപ്പ് കൊടുക്കണം. നമ്മൾ ദ്രോഹിച്ചവരെല്ലാവരും അനുഗ്രഹിക്കുക, അവർക്ക് വേണ്ടിയൊക്കെ പ്രാർത്ഥിക്കുക. കർത്താവിൻ്റെ വലിയ കരുണ നമ്മുടെ മേൽ നിറയട്ടെ. കർത്താവിൻ്റെ ആത്മാവിൻ്റെ അഭിഷേകം നമ്മുടെ മേൽ പകരപ്പെടട്ടെ. നമുക്ക് രണ്ട് കരങ്ങളും ഉയർത്തിപ്പിടിച്ചൊന്ന് സ്തുതിക്കാം. ഹല്ലേലൂയ. യേശു ആരാധന, ആരാധന, ആരാധന. സ്തുതിക്കുന്നു, 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 ആരാധിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശു ആരാധന, 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 ആരാധന. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നാളും നീ അനാഥനല്ല, ഒരു നാളും നീ അന്യനല്ല, ഒരു നാളും നീ അനാഥനല്ല.